Hi friends, welcome back to our channel Sonia's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഫ്രഷ് ആയിട്ടുള്ള പച്ച തക്കാളി തോരനാണ്. അപ്പോൾ ഈ തക്കാളിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, അതുപോലെ തന്നെ കാൽസ്യം, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ് ഇതെല്ലാം അടങ്ങിയതാണ് തക്കാളി എന്ന് പറയുന്നത്. അപ്പം അത് പച്ചത്തക്കാളി ആണെങ്കിലും പഴുത്ത തക്കാളി ആണെങ്കിലും ഈ ഗുണങ്ങളെല്ലാം അതിലുണ്ട്. അപ്പം ഇത് നമുക്ക് വീടുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ തക്കാളി ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഉള്ളതാണ്. ഇനി ഇത് പറിച്ചെടുക്കാം കറി വെക്കാനായിട്ട്. അപ്പോൾ 7 തക്കാളിയാണ് ഞാൻ പറിച്ചെടുത്തിരിക്കുന്നത് കറി വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വേറെ ചേർക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങ ചിരണ്ടി എടുക്കണം, 3 പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി പോകരുത്, ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമേ ഇടാവുള്ളൂ, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സവാള, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിന് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള കടുകും വെളിച്ചെണ്ണയും. ഇത്രയും സാധനങ്ങൾ മതി ഒരു രുചികരമായ തോരൻകറി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ആ സമയത്ത് തന്നെ ഈ തേങ്ങ ചെറിയത്, ഈ തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. തേങ്ങയും പച്ചമുളകും കൂടി ഒതുക്കിയെടുത്താണിത്. ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി സവാള വഴറ്റാനായിട്ട് തുടങ്ങാം. ഈ കറി വെക്കാനുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ചൂടായ എണ്ണയിലേക്ക് 1 സ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി കഴിയുമ്പോഴേക്കും ഈ അരിഞ്ഞെടുത്ത സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്ക് ആ സവാളയൊക്കെ പെട്ടെന്ന് വഴന്നു വരികയും ചെയ്യും. ഇതിലേക്ക് 1 2 കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വഴന്നു വരണം. ഈ സവാളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഈ തക്കാളിയും തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തന്നെ ഈ ഒതുക്കിയെടുത്ത തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മൂടി വെച്ച് വേകാനായിട്ട് വെക്കാം. അപ്പോൾ തേങ്ങയുടെ അളവ് നമുക്ക് കൂടുതലായിട്ട് തേങ്ങ ഉപയോഗിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. ഞാനിപ്പം ആ തേങ്ങയുടെ അളവ് നോക്കണ്ട. ചിലവർ കുറച്ചായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലവർ കൂടുതൽ ഉപയോഗിക്കുന്നവരാകാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർക്കണം. ഇത് മൂടി വെക്കാം. ഓക്കെ, ഇടയ്ക്ക് കറിയൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനിപ്പോൾ ഒരല്പം ഉപ്പ് കുറവാണ്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചുകൂടി ഉപ്പൊന്ന് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് മൂടി വെക്കാം. അപ്പം നമ്മുടെ കറി പാകമായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിലായിരുന്നു. ഇനി കറി ഒന്ന് കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തോരൻ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.